ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ ദിവസമായി ഡേ ഇൻ മൈ ലൈഫ് എടുക്കണമെന്ന് വെച്ചിട്ട് പക്ഷേ അതിന് പറ്റാറില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഒരു ഈവനിങ് വ്ളോഗ് എടുക്കാം. ഓൾറെഡി ഞാൻ രാവിലെ വിചാരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്താ പറയുക, ഉച്ചതിരിഞ്ഞ് ഞാൻ സാധാരണ അങ്ങനെ പതിവില്ല ഉറക്കം. പക്ഷേ എന്തോ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയിട്ടാണ്. ഉണ്ണിയുടെ കൂടെ അങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ഒരു 4:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചായ വെക്കാനുള്ളതിന് കാരണം രാവിലെ ഞാൻ ഒരു 7 മണിക്കാകുമ്പോഴത്തേനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അത് കഴിഞ്ഞ് ഒരു 10-11 മണിയാകുമ്പോൾ എനിക്ക് വിശക്കും. അപ്പം ഞാൻ ആ സമയത്ത് ചോറുണ്ടായി പിന്നെ ഉച്ചയ്ക്ക് വേറെ ഒന്നും കഴിക്കണില്ലല്ലോ. അപ്പോൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഭയങ്കര വിശപ്പാണ്. അപ്പോൾ വേഗം ചായ വെച്ചു കൂട്ടാ. ചില ദിവസം ഞാനങ്ങനെ എണീക്കുകയാണെങ്കിൽ ചിലപ്പോൾ കഴിക്കാമൊന്നുമില്ലെങ്കിൽ ഞാൻ ചോറുണ്ണു കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ കടലുപ്പേരിയും ചപ്പാത്തിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതുണ്ടായിരുന്നു, ബാലൻസ് ഉണ്ടായിരുന്നു ചപ്പാത്തി. അപ്പോൾ അത് കഴിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഒരു 3 ചപ്പാത്തി എടുത്തു. 5 ചപ്പാത്തി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് 2 ഞാൻ മാറ്റി വെച്ചു. കാരണം ദേവുട്ടിക്കും വിശപ്പുണ്ട് കേട്ടോ. അതായത് ഉറക്കം കഴിഞ്ഞ് എനിക്ക് വരുമ്പോൾ കുട്ടികൾക്കൊരു വിശപ്പുണ്ടാവുമല്ലോ. അപ്പോൾ അവൾക്കൊരു വിശപ്പുണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ അവൾക്ക് 2 മാറ്റി വെച്ചിട്ട് ഞാനൊരു 3 ചപ്പാത്തി എടുത്തു കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് മുഖം കഴുകിയിട്ട് വന്നു. കാരണം എൻ്റെ ആ ഉറക്കപ്പിച്ച് ഇപ്പോഴും പോയിട്ടില്ല. അപ്പോൾ ഫുഡ് കഴിച്ചു തുടങ്ങിയപ്പോൾ ഓക്കെ കേട്ടോ. പിന്നെ നമ്മളമ്മമാർ എത്രയൊക്കെ രാവിലെ ഒതുക്കി പെറുക്കി ഇട്ടാലും കുഞ്ഞുകുട്ടികളൊന്നല്ല കേട്ടോ, വലിയ കുട്ടികളുടെ വീട്ടിലും ചില വീടുകളിലൊക്കെ ഇതൊക്കെ തന്നെ അവസ്ഥ. വേറെ ഒന്നല്ല, ഉണ്ണികളൊക്കെ വലിച്ചു വാരി ഇട്ടിട്ടുണ്ടാവും. നമുക്ക് എപ്പോഴും പിന്നാലെ നടന്ന് പെറുക്കിക്കുന്ന പ്രാന്തുകൊണ്ട് കുറേയൊക്കെ നമ്മൾ എടുത്തു വയ്ക്കും. പക്ഷേ എല്ലാം കൂടി പറ്റില്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വൈകുന്നേരവും രാവിലത്തെ പോലെ തന്നെ റൊട്ടീൻ തന്നെയായിരിക്കും. അപ്പോൾ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഞാൻ ഇടയ്ക്ക് എത്തി നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വേറെ ഒന്നല്ല, ഞങ്ങളുടെ വീടിൻ്റെ താഴെ തന്നെ വേറെ ഒരു പാർട്ടി താമസിക്കണമെന്നൊരു ഉമ്മയും ആളുടെ ഹസ്ബൻഡും വന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് ആകെ കൂടിയുടെ വന്നിട്ടൊരു കൂട്ടാളുണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഞാൻ വേസ്റ്റൊക്കെ കളയാൻ നമ്മൾ താഴെ പോകുമ്പോൾ ആളുടെ അടുത്ത് സംസാരിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരിന്ന് ഒഴിഞ്ഞു പോയി, അവർക്ക് വേറൊരു വീട് റെഡിയായി. അപ്പോൾ അവർ അങ്ങോട്ട് പോയിട്ടാണ്. അപ്പോൾ അത് എനിക്കൊരു വിഷമമായി. അങ്ങനെ ഇവിടെ മിണ്ടാനും പറയാനൊന്നും അങ്ങനെ അയൽവക്കത്ത് അങ്ങനെയൊന്നും ഇല്ലല്ലോ. പിന്നെ ഞങ്ങളുടെ ഓപ്പോസിറ്റ് താമസിക്കുന്നത് ഹിന്ദിക്കാരാണ് കേട്ടോ. അപ്പോൾ അവിടെയാണെങ്കിൽ ലേഡീസൊന്നും വന്നിട്ടില്ല. അപ്പോൾ അത് കാരണം നമുക്ക് മൂകതയൊന്നുമില്ല. കാരണം യൂട്യൂബ് ചാനലുണ്ട്, ഇപ്പോൾ ദേവുട്ടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ടൈം പോവും. പക്ഷെ എന്നാലും നമുക്ക് എന്താ പറയുക, ഒന്നും മിണ്ടാനും പറയാൻ ഒരാളുള്ളത് നല്ലതാണല്ലോ. അങ്ങനെ കേട്ടോ. പിന്നെ അടിച്ചു വരാനെ കുറച്ചുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ രാവിലെ വെച്ച കടലുപ്പേരിക്ക് ഒന്ന് ചൂടാക്കി വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഇതേ 1-2 വട്ടം എനിക്ക് കിട്ടാം. കാരണം വേറെ ഒന്നല്ല, 2-2:30 കഴിഞ്ഞപ്പോഴാണ് ആൾ ഉറങ്ങിയത്. അതിൻ്റെ ഇടയ്ക്ക് ആൾ 1-2 വട്ടം എനിക്ക് കിട്ടാം. അത് ആ ഉറക്കം അങ്ങോട്ട് റെഡി ആവാത്ത കാരണമാണ് കേട്ടോ. അപ്പോൾ അവളെ ഉറക്കി കഴിഞ്ഞിട്ട് ഞാൻ ആ കടലുപ്പേരി ചൂടാക്കി വെച്ചത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ കുറച്ച് അല്ലറ ചില്ലറ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് കുറച്ച് ചില്ലറ പാത്രങ്ങൾ കഴുകാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ രാവിലെ ചോറ് ഊറ്റി കഴിഞ്ഞാൽ കഞ്ഞുള്ളം ബാലൻസ് വരുമല്ലോ. അപ്പം നമുക്ക് കഞ്ഞുള്ളം കളയണമെന്നുണ്ടെങ്കിൽ നമുക്ക് താഴേക്ക് പോകണം കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ ആ ഒരു ചെറിയ കലത്തിലാക്കി വെക്കും. കാരണം നമുക്ക് ഡയറക്റ്റ് സിങ്കിൽ ഒഴിക്കാനായിട്ട് പറ്റില്ലല്ലോ, ചൂടല്ലേ. അപ്പം ഞാൻ അങ്ങനെ ആക്കി വെക്കും. പിന്നെ അതിൽ ചോറും മറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ വൈകുന്നേരം അതിൻ്റെ മേലത്തെ പാട മാറ്റിയിട്ട് സിങ്കിലോട്ട് തന്നെ ഒഴിച്ച് കളയാണ് കേട്ടോ ചെയ്ത്. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിട്ട് അധികമൊന്നും ആയിട്ടില്ല കേട്ടോ. ഞാനിപ്പോൾ 1 മാസം ആവണുള്ളൂ കേട്ടോ. കൂടിപ്പോൾ ഒരു 10-22 ദിവസമൊക്കെ ആയിട്ടുള്ളൂ ഞാൻ വന്നിട്ട്. മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ അമ്മ ഉണ്ടായിരുന്നു, അനിയൻ്റെ വൈഫ് ഉണ്ടായിരുന്നു, അവരുടെ ഉണ്ണി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് ടൈം നന്നായി പോകണ്ടായിരുന്നു. അമ്മ ജോലിക്ക് പോകുന്നുണ്ട്, എന്നാൽ കൂടി നമുക്ക് ഇപ്പോൾ വൈകുന്നേരം അമ്മ വരുമ്പോഴായാലും നമുക്കൊരു എൻജോയ്മെൻ്റ് ആണല്ലോ. അതായത് മിണ്ടാനും പറയാനൊക്കെ ആൾക്കാരുണ്ടല്ലോ. ഇവിടെ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഉണ്ടായിരുന്ന ഒരു അയൽവക്കക്കാർ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അവിടേക്ക് പുതിയ ആൾക്കാർ വരും. അപ്പോൾ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ പോയി ഇങ്ങനെ മിണ്ടിയും പറയാനൊന്നും ആരില്ലെങ്കിൽ അതൊരു വിഷമമല്ലേ. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി പെറുക്കലൊക്കെ കഴിഞ്ഞപ്പോൾ വൈകുന്നേരത്തേക്ക് കടലുപ്പേരി കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ചേട്ടൻ മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു റൗണ്ട് ഞാൻ വെച്ചതാണ് മാമ്പഴപ്പുളിശ്ശേരി. പിന്നെ അതിൽ കുറച്ച് പഴുക്കാനുണ്ടായിരുന്നു മാങ്ങ. അപ്പോൾ അത് പഴുപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നാക്കിക്കൊണ്ടിരിക്കൽ ഒരാൾ വന്നിക്കണം കേട്ടോ. അപ്പോൾ ആൾക്ക് വേണം മാമ്പഴം. ആകെ കൂടി ഒരു 5-8 മാങ്ങ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആൾക്ക് അത് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരെണ്ണാൾക്ക് ഞാൻ കൊടുത്തു കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊന്നും ആൾക്ക് മതിയായില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു മാങ്ങയും കൂടി എടുത്ത് ആളുടെ കയ്യിൽ കൊടുത്തു. കാരണം ഞാൻ തന്നെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ എൻ്റെ സമയം പകുതിയും. കാരണം നമുക്കറിയാമല്ലോ, ഉണ്ണികൾ സ്ലോ ആയിട്ടല്ലേ കഴിക്കുള്ളൂ.
അപ്പോൾ ഞാൻ ഒന്നെടുത്ത് അവളുടെ കയ്യിൽ തന്നെ കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഇതേ കണ്ടില്ലേ, ബാലൻസ് ഇനി 6 മാങ്ങയുള്ളൂ. അപ്പോൾ അതിലോട്ട് നമ്മൾ പച്ചമുളക്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കറിവേപ്പില, ഒരു കഷ്ണം ശർക്കര കേട്ടോ, അതും വെള്ളം കൂടി ചേർത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഓൾറെഡി ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതൊന്ന് മൂടി വെച്ച് വേവിക്കുക. ആ സമയത്ത് നമുക്ക് തേങ്ങയരപ്പ് റെഡിയാക്കണം. അതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം, പാകത്തിന് വെള്ളം ഒഴിച്ച് നല്ല മഷി പോലെ അരച്ചെടുക്കണം. അതിനുശേഷം നമ്മുടെ വെന്ത മാങ്ങയിലേക്ക് ഈ അരപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഈ അരപ്പ് നന്നായിട്ട് കുറുകി വരണം കേട്ടോ. അതിന് ശേഷം നമ്മളതിലോട്ട് ഒരു 2 ഗ്ലാസ് തൈര് എടുത്തിട്ട്, പുളിയില്ലാത്തതാണെങ്കിൽ നല്ലത് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് ഒന്ന് തിളയ്ക്കാൻ പാടില്ല. അതിന് ശേഷം നമുക്കിതിലേക്ക് കാച്ചി ഒഴിക്കണം കേട്ടോ. കാച്ചി ഒഴിക്കാനായിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇട്ട് കറിയിലോട്ടങ്ങ് ഒഴിച്ചു. ശ്വാസം കിട്ടണില്ല കേട്ടോ. അപ്പോൾ മാമ്പഴ പുളിശ്ശേരി റെഡി ഉണ്ട്. അത് കഴിഞ്ഞ് ഞാനും ദേവൂട്ടി പോയി കുളിച്ചിട്ട് വന്നു കേട്ടോ. അപ്പം ഞാൻ രാവിലെ ആയാലും വൈകുന്നേരം ആയാലും കുളി കഴിഞ്ഞ് ഞാൻ ദേവൂട്ടിനെ കണ്ണെഴുതിക്കും കേട്ടോ. കണ്ണെഴുതിച്ചില്ലെങ്കിലും ഞാൻ പുരുക എഴുതിച്ച് പൊട്ട കൂത്തി കൊടുക്കും, കാരണം എനിക്കിഷ്ടം. പിന്നെ എല്ലാ കുട്ടികളും പോലെ എല്ലാ ആളും എനിക്ക് അടങ്ങിയിരിക്കുന്നത് തരും കേട്ടോ. അപ്പം എൻ്റെ ചേച്ചിയുടെ ഉണ്ണിയും അതുപോലെ അനിയൻ്റെ ഉണ്ണിയൊന്നും ഇരുന്ന് കൊടുക്കില്ല കേട്ടോ. അവർ ഈ കണ്ണെഴുതണം ഇന്നലെ. അപ്പോൾ ദേവൂട്ടി ഇങ്ങനെ ഇരുന്ന് വരുമ്പോൾ അവർ പറയും, ഓ ദേവൂട്ടി ഇന്നലെ. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ ചെറുപ്പം തൊട്ട് ആളങ്ങനെ ശീലിപ്പിച്ചു. അതായത് അങ്ങനെ എഴുതാൻ ഇരുത്തി ഇപ്പോൾ ആൾക്കറിയാം കുളി കഴിഞ്ഞാൽ കണ്ണെഴുതണം, പൊട്ട് കുത്തണം എന്നുള്ളത്. അതുകൊണ്ട് ആൾ അടങ്ങിയിരുന്നവരുടെ എന്തോരം നേരം വേണേലും ക്ഷമിച്ചിരുന്നോളൂ കേട്ടോ. അപ്പം ഞാൻ അത് എഴുതി കൊടുക്കും കേട്ടോ. അപ്പോൾ എഴുതലൊക്കെ കഴിഞ്ഞപ്പോൾ ആൾക്ക് ഫോണിൽ നോക്കി ഇത്തിരി ഷോ കാട്ടണം. അപ്പം ഞാൻ വെച്ചാൽ പാവല്ലേ. അപ്പം അങ്ങനെ നമ്മുടേതാ ഒരുവിധം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. സിംഗിളാണെങ്കിൽ നമ്മൾ മാമ്പഴ പുളിശ്ശേരി വെച്ചതിൻ്റെ 2-3 പാത്രം കിടക്കേണ്ട, വേറെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ 7:30 സമയം. അപ്പോൾ നമ്മുടെ ദേവൂട്ടിക്ക് വിശന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ മാമ്പഴ പുളിശ്ശേരിയൊക്കെ അങ്ങോട്ട് ഇളക്കി ഒരു മാങ്ങയൊക്കെ ഇങ്ങോട്ട് എടുത്ത് ആൾക്ക് ചോറ് കൊടുക്കാനായിട്ട് പോകാം കേട്ടോ. ആൾക്ക് കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിശപ്പാണ്. ആൾക്ക് ഉറക്കത്തിൽ നിന്ന് എൻ്റെ വിശപ്പാണ്, കുളി കഴിഞ്ഞാൽ വിശപ്പാണ്. അപ്പോൾ വിശപ്പാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ വെള്ളം എടുക്കാൻ പോയത് കേട്ടോ. ആ സമയം കൊണ്ട് ആൾ പാത്രമൊക്കെ എടുത്ത് വെച്ചിട്ട് ആൾ മാങ്ങ കഴിക്കാൻ തുടങ്ങിയിട്ടാണ്. അപ്പം ഞാൻ ഇവർക്ക് തന്നെത്താനെ കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യുന്നറിയും, അതായത് അവിടെ ഇവിടെയൊക്കെ നുള്ളിപ്പെറുക്കി അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി ആ ചോറ് അവിടെ തട്ടിയിട്ട് അവരെനിറ്റ് പോകും. അപ്പോൾ നമ്മളായിട്ട് വാരി കൊടുക്കുമ്പോൾ അവർ നന്നായിട്ട് ഭക്ഷണം കഴിക്കും. അപ്പം ഞാൻ കണ്ടില്ലേ, സന്തോഷമായി ആൾക്ക്. 2 വറ്റം കൂടെ ഇറങ്ങി എന്ന് കഴിഞ്ഞാൽ ആൾക്ക് പിന്നെ കൈകൊണ്ട് ആക്ഷനുകളും ഗോഷ്ഠികളാണ് കേട്ടോ. അപ്പം അങ്ങനെ ആൾക്ക് ചോറ് കൊടുത്തു. ചേട്ടാ അപ്പം ഇന്നത്തിരി ലേറ്റ് ആവും കേട്ടോ. അപ്പോൾ ആൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലേറ്റ് ആവും എന്നുള്ള കാര്യം. അല്ലാന്നുണ്ടെങ്കിൽ അച്ഛൻ വരുമ്പോൾ അച്ഛനാണ് കേട്ടോ ചോറ് കൊടുക്കലും നോക്കലൊക്കെ. അതുപോലെ തന്നെ ദേവൂട്ടിക്ക് തേങ്ങ അരച്ച കറികൾ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ചോറ് കൊടുക്കലൊക്കെ കഴിഞ്ഞാൽ പിന്നെ ചേട്ടൻ വന്നപ്പോൾ ചേട്ടൻ എന്തിട്ട് ഇത് എന്ത് മീനാണെന്ന് എനിക്കറിയില്ല, എന്തായാലും മാന്തളല്ല കേട്ടോ. അപ്പം ഞാൻ അത് കഴുകി എടുത്ത് അതിൻ്റെ മേലത്തെ സ്കിന്നുണ്ട്, അത് ഞാൻ കളഞ്ഞു കേട്ടോ. മാന്തളിൻ്റെ പോലെ തന്നെ അങ്ങനെ ചുരണ്ടി കളയണം കേട്ടോ. അപ്പം അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ഇട്ട് പുരട്ടി 2 കറിവേപ്പില ഇട്ട് ഞാനത് അങ്ങോട്ട് ഫ്രൈ ചെയ്ത് എടുത്തു. അത് കഴിഞ്ഞിട്ട് ഇതേ വൈകുന്നേരത്തേക്ക് ചോറും മാമ്പഴ പുളിശ്ശേരിയും അതുപോലെ തന്നെ നമ്മുടെ കടലുപ്പേരിയും ഒക്കെ കൂട്ടി നമ്മൾ ചോറുണ്ടു. പിന്നെ പോയി കിടന്നുറങ്ങിയിട്ടോ. പിന്നെ ഒരു കാര്യം കൂടി പറയാൻ പറഞ്ഞാൽ വേറെ ഒന്നല്ല, രാത്രി ഞാൻ എല്ലാ പാത്രങ്ങളും കഴുകി വെച്ചിട്ടാട്ടോ കിടന്നുറങ്ങുക. അപ്പം ഞാൻ അത് കാണിച്ചിട്ടില്ല, കാരണം ചേട്ടന് പെട്ടെന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടെങ്കിൽ ഒരു കോള് വന്നു, ഒരു വർക്കും കൂടി ഉണ്ടെന്നു. അപ്പോൾ ആൾക്ക് പോകണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ മറക്കാണ്ട് തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തോളൂ കേട്ടോ.